പി രാമചന്ദ്രൻ ഭാഷാഭൂഷണി. അക്കിത്തത്തിൻ്റെ സംഭാവനകളിൽ ഭാവഗീതങ്ങളുടെ കൊക്കരണികളേക്കാൾ ആഖ്യാന കവിതകളുടെ കൈത്തോടുകളാണ് കൂടുതൽ. കണ്ണീരാണ് ഈ കൈത്തോടുകളിലൂടെ ഒലിച്ചുപോയിക്കൊണ്ടിരുന്നത്. താണനിലത്തുകൂടി നീരോടുന്ന സ്വാഭാവികത ആ പ്രവാഹത്തിനുണ്ടായിരുന്നു. കുമരനെല്ലൂരിൽ അക്കിത്തത്തിൻ്റെ വീട്ടിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒരു കുണ്ടൻ ഇടവഴിയുണ്ടായിരുന്നു. അത് ചെല്ലുന്നത് വിശാലമായ ഒരു പാടത്തേക്കാണ്. ആ പാടവരമ്പിലൂടെ മറുകരയിലേക്ക് നടന്നാൽ നീലിയാട് വളവിലെത്തും. നീലിയാട് വളവ് റോഡും തോടും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 90 ഡിഗ്രിയിലുള്ള ഈ കൊടുംവളവ് മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ അതിർത്തിയുമാണ്. വർഷകാലത്ത് തോട് നിറഞ്ഞു കവിയും. ഈ തോടിൻ്റെ പാലത്തിന്മേലാണ് കവി ബസ് കാത്തിരിക്കാറുള്ളത്. ഇങ്ങനെയൊരു കാത്തിരിപ്പിനിടയിലാണ് വളവിങ്കൽ മൂസ എന്ന തണ്ണീർപ്പന്തൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനെക്കുറിച്ച് വഴിയേ പറയുന്നുണ്ട്. ആ വളവിൽ നിന്ന് അല്പം വടക്കോട്ട് നടന്നാൽ വഴിയോരത്ത് ഒരു കൊക്കരണിയുണ്ട്. അതിനോട് ചേർന്ന് ഒരു കരിങ്കല്ലത്താണിയും തോടും അത്താണിയും ഇന്നുമുണ്ട്. കൊക്കരണി തൂർന്നു പോയിരിക്കുന്നു. ഈ ഭൂപ്രകൃതി വർണ്ണിച്ചത് കവിയുടെ വീട്ടിലേക്കുള്ള വഴി കാട്ടാനല്ല, അക്കിത്തത്തിൻ്റെ കവിതയിലേക്കുള്ള പല വഴികളിൽ ഒന്ന് കാണിക്കാനാണ്. പ്രകൃതിയിൽ കൊക്കരണികളും കൈത്തോടുകളും ഉള്ളതുപോലെ കവിതയിലുമുണ്ട് സമാനമായ ഉറവുകളും ഒഴുക്കുകളും. കൊക്കരണി പുഷ്കരണി നിശ്ചല ജലാശയമാണെങ്കിൽ കൈത്തോട് പ്രവാഹമാണ്. മലയാളത്തിൽ ആധുനികതയോടൊപ്പം പ്രചാരമാർജിച്ച ഭാവഗീതങ്ങൾ കൊക്കരണികളെ പോലെ ചെറുതും നഭശ്ചര ജ്യോതിസ്സുകളെ പ്രതിഫലിപ്പിക്കുന്ന വഴിക്കണ്ണാടികളുമായിരുന്നു. അക്കിത്തത്തിൻ്റെ വളകുലുക്കം, പരമദുഃഖം തുടങ്ങിയ കവിതകൾ ഇത്തരം വഴിക്കുളങ്ങളാണ്. എന്നാൽ പണ്ടത്തെ മേശാന്തി, വെണ്ണക്കല്ലിൻ്റെ കഥ തുടങ്ങിയവ ആഖ്യാന സ്വഭാവം കൊണ്ട് ഒലിച്ചുപോകുന്ന കൈത്തോടുകളാണ്. അക്കിത്തത്തിൻ്റെ സംഭാവനകളിൽ ഭാവഗീതങ്ങളുടെ കൊക്കരണികളേക്കാൾ ആഖ്യാന കവിതകളുടെ കൈത്തോടുകളാണ് കൂടുതൽ. കണ്ണീരുകളാണ് ഈ കൈത്തോടുകളിലൂടെ ഒലിച്ചുപോയിക്കൊണ്ടിരുന്നത്. താണനിലത്തുകൂടെ നീരോടുന്ന സ്വാഭാവികത ആ പ്രവാഹത്തിനുണ്ടായിരുന്നു.